വചനപ്രകാശം മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കരുതാനുള്ള കൃപ തരാനായി പ്രാർത്ഥിക്കാം. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ, ആലോചന നടത്തേണ്ടിടത്ത് ആലോചന നടത്തുക തന്നെ വേണം. ഇല്ലെങ്കിൽ അബദ്ധങ്ങളുണ്ടാവും. നാളെ പശ്ചാത്തപിക്കേണ്ടി വരും. ചില പ്രവൃത്തികൾക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ട് വൻ ബാധ്യതയുണ്ടായിത്തീരാം. ആലോചിക്കാതെ എടുത്തു ചാടിയതിൻ്റെ പേരിൽ. ഞാനോ ആലോചിക്കാനോ? ഈ പണമെല്ലാം മുടക്കാൻ കഴിയുമെങ്കിൽ പിന്നെ എനിക്കിങ്ങനെ ആലോചിക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ എനിക്കും അറിയാം. എനിക്കിനി പറഞ്ഞു തരാൻ മറ്റൊരാള് അതിൻ്റെ ആവശ്യമില്ല. എല്ലാം ഞാൻ ഭംഗിയായി ചെയ്യും. ഇങ്ങനെ ധിക്കാരത്തോടെയുള്ള സംസാരം, അഹങ്കാരത്തോടെയുള്ള സംസാരം, മക്കളെ, വീണ്ടും വിചാരമില്ലാതെയുള്ള എടുത്തുചാട്ടമല്ലേ. നാളെ തകർന്നു വീഴാം. അപ്പോൾ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. എടുത്തുചാട്ടമാ പറ്റിയത്. വേണ്ടിയിരുന്നില്ല. കുറച്ചുകൂടി ആലോചിക്കുമായിരുന്നു. ഇതേക്കുറിച്ച് അറിയാവുന്നവരോട് ആലോചിച്ചില്ല, മണ്ടത്തരം പറ്റി എന്ന് തോന്നിയിട്ട് കാര്യമില്ല. വിനീതനാവേണ്ടടുത്ത് വിനീതനാവണം. എളിമയുള്ള മകനായി, എളിമയുള്ള മകളായി, അങ്ങനെ വേണ്ടടുത്ത് അങ്ങനെ വേണം. എപ്പോഴും എളിമയുള്ളവരായിരിക്കാം. എല്ലാവരെയും ശ്രേഷ്ഠരായി കാണാൻ കഴിയണം. അങ്ങനെ കാണാൻ കഴിയാത്തത് കൊണ്ടാ എളിമ നഷ്ടപ്പെടുന്നത്, വിനയം നഷ്ടപ്പെടുന്നത്. നമ്മളെക്കാൾ എത്രയോ ബുദ്ധിയുള്ള മക്കളില്ലേ? അവർ ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ വേണ്ടത്ര ആലോചനയില്ലാതെ ഇറങ്ങി പുറപ്പെടുകയില്ല. അവർക്കറിയാം മണ്ടത്തരം സംഭവിക്കുമെന്ന്. നിരപ്പായ വഴിയാണെന്ന് കരുതി അമിതമായ ആത്മവിശ്വാസമൊന്നും വേണ്ട. ഉപദേശം തേടേണ്ടടുത്ത് ഉപദേശം തേടുക തന്നെ വേണം. അതുകൊണ്ട് കുറച്ചിലുണ്ടാവുകയില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ ബുദ്ധിയെ മാത്രം ആശ്രയിക്കുക. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. മക്കളെ, നമുക്കെല്ലാം ആലോചന നടത്തുന്നിടത്തെല്ലാം ആലോചന നടത്താം. ആലോചിക്കേണ്ട സമയത്ത് ആലോചിക്കാം. പിഴവുകൾ പറ്റില്ല. കർത്താവിൽ ശരണം വെച്ച് എല്ലാ ജോലിയും ചെയ്യാം. കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ബുദ്ധിമാൻ ഒരു നിർദ്ദേശവും അവഗണിക്കുകയില്ല. നിന്ദ്യനും ധിക്കാരിയുമായ മനുഷ്യൻ ആരെയും ഭയപ്പെടുന്നില്ല. പ്രഭാഷകൻ 32-ാം അധ്യായം 18-ാം വാക്യം.